ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി ഹാജി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊയ്തീൻകുട്ടി ഹാജിയുടെ മകൻ ബീരാൻകുട്ടി ഹാജി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സമയം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏതായാലും ആഗ്രഹിച്ചു. പരിപാടി നീളുന്നത് പൊതുവെ ഇഷ്ടപ്പെടാത്ത ആളാണ്, എന്നിട്ടും ഞാൻ തന്നെ ആഗ്രഹിച്ചു. അതിനേക്കാൾ കൂടുതൽ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയാണെങ്കിലും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ പ്രായവും അതുപോലെ ആരോഗ്യസ്ഥിതിയും ഒക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടവരായതുകൊണ്ട് ഇനി ഒരു സുദീർഘമായ പ്രസംഗം ഇവിടെ പ്രസക്തമല്ല എന്ന് മനസ്സിലാക്കി വളരെ ഹ്രസ്വമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണർത്തുന്നുള്ളൂ. അല്ലാഹു തആല നല്ലത് ചെയ്യാനും നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ നല്ലവരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുമുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, മുത്തഅല്ലിമീങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കോട്ടപ്പുറം സംവാദത്തിന്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ കോട്ടപ്പുറം സംവാദത്തെപ്പറ്റി അല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ലോകം മുഴുവൻ സുന്നത്ത് ജമാഅത്ത് അതിന്റെ വിജയം ആഘോഷിക്കുകയാണ് എന്ന ഒരു കാര്യം ഹ്രസ്വമായി സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമാഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മാലി. 1921 ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചതെങ്കിൽ അതിനു ഒരു 10 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1911 മുതൽ വളരെ ശക്തമായി സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തനം ആരംഭിച്ച ഒരു മേഖലയാണ് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലി എന്ന് പറയുന്ന വലിയ രാഷ്ട്രം. മാലിയെ പരിചയപ്പെടാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ ലോക സഞ്ചാരം ആരംഭിച്ചത് മാലിയുടെ അന്നത്തെ തലസ്ഥാന നഗരിയായിരുന്ന തിംബുക്തുവിൽ നിന്നാണ് എന്ന് അദ്ദേഹം തന്നെ തന്റെ റിഹിലയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവര് അധികാരം പിടിച്ചടക്കുകയും അങ്ങനെ തലസ്ഥാനമായ ബമാക്കോയിൽ നിന്നൊരു 300 കിലോമീറ്റർ അപ്പുറം ടിംബുക്തു, അതേപോലെ അസവാദ് തുടങ്ങിയ ഏരിയകൾ, നമ്മുടെ കേരള, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങൾ കൂടിയാൽ ജോഗ്രഫിക്കലി എത്രമാത്രം വിപുലമാണോ അത്രയും വലിയ ഒരു മേഖല അവര് പിടിച്ചടക്കുകയും മഹാന്മാരുടെ ദർഗകൾ, ഒരുപാട് ദർഗകൾ അവർ തട്ടി നിരപ്പാക്കുകയും എന്തിനധികം യുനെസ്കോ ലോക പൈതൃകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിക്കൊണ്ട് സംരക്ഷിക്കണം എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് യുനെസ്കോയുടെ വകയായുള്ള സംരക്ഷണം പോലും ലഭിച്ചിരുന്ന വലിയ വലിയ മസ്ജിദുകളും അതുപോലെ തന്നെ ദർഗകളും വരെ തട്ടി നിരപ്പാക്കി. എല്ലാവരും ഈ വാർത്ത വീക്ഷിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചുപോയി, പടച്ചവനെ ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാണ് എന്ന്. സത്യം എന്തായാലും വിജയിക്കും എന്ന് നമ്മുടെ പണ്ഡിതന്മാരെക്കാലത്തും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടാറുമുണ്ട്. ടിംബുക്തുവിലെ ഈ രംഗങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്താരാഷ്ട്ര വാർത്ത ശ്രദ്ധിക്കുന്ന സുന്നത്ത് ജമാഅത്തും ഇതര പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും ആ സമവാക്യങ്ങളും നിരീക്ഷിക്കുന്ന ആരെയും വളരെ ഞെട്ടിക്കുന്ന ഒരു അപകടാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ പിടിച്ചടക്കലിന് നേതൃത്വം നൽകുന്ന അൻസാറുദ്ദീൻ എന്ന സംഘടനയും അതേപോലെ തന്നെ ഹർക്കത്ത് അസവാദ് എന്നതൊരു പ്രവിശ്യയാണ്. ആ പ്രവിശ്യയുടെ പേരിൽ അറിയപ്പെടുന്ന ഹർക്കത്ത് അസവാദ്, ഈ 2 പ്രസ്ഥാനങ്ങളും സുന്നത്ത് ജമാഅത്തിനെ കുഴിച്ചുമൂടാൻ വേണ്ടി
വളരെ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1911 മുതലേ പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവർ ഒരു മേഖലയുടെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെയാണ് അധികാരം വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും അവസാനം ഹർക്കത്ത് അസവാദ് ഞങ്ങളിതാ ഞങ്ങളുടെ സലഫി ആശയം, ഞങ്ങളിതാ ഞങ്ങളുടെ വഹാബി ആശയം കൈയൊഴിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർ അൻസാറുദ്ദീൻ എന്ന സംഘടനയ്ക്കെതിരായി യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായ ഒരു രംഗം നാം നേരത്തെ പറഞ്ഞ മാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നറിയാമോ? കൊട്ടപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സുന്നത്ത് ജമാഅത്തിന് വിജയം കൂടുതൽ കൈവരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ടുണീഷ്യയിൽ അന്നഹ്ല എന്ന് പറയുന്ന ഏതാണ്ട് ബ്രദർഹുഡ് ആശയമുള്ള ഒരു സംഘടന ഭരണത്തിലെത്തി. സൈനുലാബിദീൻ ബിൻ അലിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അധികാരം ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ ആ നാട്ടിലെ സലഫി പാർട്ടിയെയും കൂട്ടി ഭരിക്കാൻ തുടങ്ങി. പക്ഷേ സുന്നികളല്ലാത്തവരെ കൊല്ലണമെന്നും സുന്നികളുടെ കേന്ദ്രങ്ങൾ ദർഗകളാണ്, അവ തകർക്കണമെന്നുമുള്ള ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ അവിടെ ഗവൺമെന്റ് തന്നെ താഴെ വീഴുകയാണ്. പ്രസിഡന്റ് മുൻസിഫുൽ മർസൂഖി ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത്തരം തീവ്രവാദ ആശയങ്ങൾ ലോകത്തെ വലിയ കുഴപ്പത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിനാൽ അന്നഹ്ല പാർട്ടി സലഫി പാർട്ടിയുമായുള്ള മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ആ അടിസ്ഥാനത്തിൽ സലഫികൾ എന്ന് പറയുന്ന ഈ വിഭാഗം ജനങ്ങളുടെ മുഴുവൻ കണ്ണിലും വളരെയധികം മോശമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ ഇന്നലെ പ്രസിഡന്റ് മുർസിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒക്കെ മുന്നിൽ അന്നൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഹിസ്ബുൻ നൂർ എന്ന് പറയുന്ന പാർട്ടി വലിയ പ്രകടനം നടത്തുകയാണ്. ആ പ്രകടനത്തിന്റെ പൂർണ്ണമായ രൂപം ഇന്ന് രാവിലെ BBC അവരുടെ അറബിക് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. ഹിസ്ബുൻ നൂറിന് മുഹമ്മദ് മുർസിയെപ്പറ്റി അതേപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമീനെ സംബന്ധിച്ച് ഇന്ന് പറഞ്ഞ ആ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാമോ? യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കാൻ ഞങ്ങൾ സർവ്വതും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലെത്തിയപ്പോൾ ശിർക്ക് അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധം ആരംഭിക്കുകയും മുഹമ്മദ് മുർസിയുടെ പോലീസും പട്ടാളവും ചേർന്ന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയും മാത്രമല്ല, മുഹമ്മദ് മുർസി ഈജിപ്ഷ്യൻ ടെലിവിഷൻ ചാനലിൽ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ ഹിസ്ബുൻ നൂർ ഏതൊരാശയമാണോ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത് ആ ആശയം ഒരിക്കലും ലോകത്ത് സമാധാനം കൊണ്ടുവരികയില്ല. ഞാൻ 3 ഉദാഹരണം പറഞ്ഞു. ഇന്ന് ലോകത്തുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ 3 ഉദാഹരണം പറഞ്ഞത്. നമുക്കറിയാം, ലോകത്ത് ഇത്തരം ഓരോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ സാധുക്കളായ സുന്നികൾ ഭയപ്പെട്ടു പോകാറുണ്ട്. അവിടെയൊക്കെ ഭരണം അവരുടെ കയ്യിലായി ഇനി സുന്നത്ത് ജമാഅത്ത് എന്താകും എന്നൊരാശങ്കയുണ്ടാകാറുണ്ട്. നേരത്തെ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ഇനി സുന്നത്ത് ജമാഅത്ത് എന്താകും എന്ന് ആശങ്കപ്പെട്ടതുപോലെ മാത്രമേ ഈ ആശങ്കയും ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് മുഴുവൻ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന് നവോന്മേഷം കൈവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായി പറയുന്നില്ല, ഒരൊറ്റ സംഭവം മാത്രം ഉണർത്തുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ചെച്ചനിയൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ അവിടുത്തെ പ്രസിഡന്റ് ക്ഷണിച്ചുകൊണ്ട്, പ്രത്യേക ക്ഷണം അയച്ചുകൊണ്ട്, മാത്രമല്ല അബുദാബിയിലേക്ക് പ്രത്യേക വിമാനം അയച്ചുകൊണ്ട് ഗ്രോസ്നിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്നല്ലേ, റബീഉൽ അവ്വലിൽ ആ ചെച്ചനിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹം തോടുന്ന ഷാറെ മുബാറക് അടക്കമുള്ള ആധാറുകളുടെ പ്രദർശനം അത് ഉദ്ഘാടനം ചെയ്യാൻ ലോകത്ത് ഈ തവണ ഏതൊരു പണ്ഡിതനെയാണ് നമ്മൾ ക്ഷണിക്കുക എന്നവരന്വേഷിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് റിപ്പബ്ലിക് ഡേ നടക്കുമ്പോൾ, അതിന്റെ ആഘോഷം നടക്കുമ്പോൾ ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഓഫ് ഹോണർ ഉണ്ടാകാറുണ്ട്, ഒരു പ്രത്യേക അതിഥി ഉണ്ടാകാറുണ്ട്.
ചെച്ചനിയൻ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആസാറുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരെ ക്ഷണിക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ അന്വേഷണം ചെന്നെത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിലാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിനെ പ്രത്യേക വിമാനം അയച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ആ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദ് തന്നെ നേതൃത്വം നൽകണമെന്ന് അവിടുത്തെ പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അതിനെയൊക്കെ കുറ്റം പറയുന്ന, ശരിയാണ് എന്ന് ഉറപ്പുള്ളവരിൽ പോലും ഞങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണമായി കുറ്റപ്പെടുത്തുന്ന ആളുകൾ കണ്ണു തുറക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, കൊട്ടപ്പുറം സംവാദത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താകണം എന്ന ഒരു ചർച്ച വരികയുണ്ടായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ആ ചോദ്യം തന്നെയാണ് ഒന്നാമത്തെ ചോദ്യമാകേണ്ടത് എന്ന് മനസ്സിലായത്. പക്ഷേ പിന്നീട് ചിലർ, അസൂയക്കാരായ ചിലർ പറയുകയുണ്ടായി, അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. ആ പ്രസംഗം പരാമർശം പൊന്മള ഉസ്താദ് നടത്തിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായി. ഇന്ന് ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ എന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു നാടൻ മനുഷ്യൻ പറയുകയുണ്ടായി, SSFന്റെ സമ്മേളനത്തിന്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ മഴ വർഷിച്ചത്, ആ മഴയിൽ കുളിച്ചത്, അതൊക്കെ അനുഭവമുള്ളവരാണ് എന്റെ മുന്നിലുള്ള ആയിരങ്ങൾ. പക്ഷേ അദ്ദേഹം എന്നോട് പറയുകയാണ്, എന്റെ തൊട്ടയൽ വീട്ടിലെ നമ്മുടെ വിരോധികളായ വീട്ടിലുള്ള സ്ത്രീകൾ പറയുന്നത് അവിടെ മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്തതാണ് എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള പല സംവിധാനവുമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന് പോലും 1 കിലോമീറ്റർ ദൂരത്ത് കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ജനങ്ങൾ മുഴുവൻ നനഞ്ഞു കുളിക്കുന്ന രീതിയിൽ അരമണിക്കൂറിലേറെ കനത്ത മഴ പെയ്യിപ്പിക്കാൻ പറ്റിയ മോട്ടോർ ഉപയോഗിച്ചത് എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതെങ്കിൽ അസൂയക്ക് മറ്റൊരു മരുന്നുമില്ല എന്ന് മാത്രമേ ഞാൻ ഉണർത്തുന്നുള്ളൂ. കഴിഞ്ഞ 13-ാം തീയതി ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ജിദ്ദയിൽ വിമാനമിറങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. വിമാനം ഇറങ്ങി, കോണിയിറങ്ങി താഴെ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ സൗദിയിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ലൈറ്റ് വേണ്ടിയുള്ള ആ വാഹന വ്യൂഹം വിമാനത്തിന്റെ തൊട്ടടുത്ത് വന്ന് അവിടെ നിൽക്കുകയാണ് ഉസ്താദിനെ കാത്തുകൊണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ വിമാനത്തിന്റെ കോണിപ്പടിക്ക് താഴെ നിന്നുകൊണ്ട് പ്രത്യേക VIP കാറിൽ കയറ്റി മുന്നിൽ ലൈറ്റിട്ട വലിയ വാഹനങ്ങളുമായി കൊണ്ടുപോകുമ്പോൾ അതേ വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന നമ്മുടെ വിരോധികളിൽപ്പെട്ട ചില നേതാക്കന്മാർ കോണിയുടെ മുകളിൽ നിന്ന് നോക്കി ഈ രംഗം കാണുകയാണ്. സത്യം പറഞ്ഞാൽ അയാള് രോഷം കൊണ്ട് താഴെ വീണ് മരിക്കാഞ്ഞത് ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണർത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ സൗദി അറേബ്യയിൽ ചെന്ന് പാവപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റു പ്രവാസികളുടെ പ്രശ്നമൊക്കെ അധികാരികളെ വളരെ ഭംഗിയായി ബോധ്യപ്പെടുത്തി അവസാനം ഹറമൈനിയുടെ ഇമാമ് ഷെയ്ഖ് സുദൈസ്, ഇമാമുൽ ഹറമൈൻ, നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാകും. ആ ഇമാമുമായിട്ടുള്ള കൂടിക്കാഴ്ച മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് റിയാസത്തുൽ ആമ്മ ലിശുഊനിൽ ഹറമൈനി ഷരീഫൈൻ എന്ന ഓഫീസിൽ ആ മീറ്റിംഗിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ശൈഖുന ആലോചിക്കുകയാണ്, എന്തായിരിക്കും കൂടിക്കാഴ്ചയിൽ അവര് ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ ചെന്ന് ഷെയ്ഖ് സുദൈസ് സ്വീകരിച്ചിരുത്തി, നിങ്ങൾക്കറിയാമോ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്ന്, ലോകത്ത് മദ്ഹബുകൾ പണ്ടുകാലം മുതലേ ഉള്ളതാണ് എന്നും ഞങ്ങളൊക്കെ മദ്ഹബ് മുറുകെ പിടിക്കുന്നവരാണ് എന്നും ഷെയ്ഖ് സുദൈസ് പറയുന്നു. ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഷാഫിഈ മദ്ഹബ് മുറുകെ പിടിക്കുന്നവരാണെന്ന് മാത്രമല്ല, ഷാഫിഈ
മദ്ഹബ് മുറുകെ പിടിക്കണം എന്ന് നാട്ടുകാരെ ശക്തമായി പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഷെയ്ഖ് സുദൈസ്, നിങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഹറമൈനിയുടെ കാര്യങ്ങൾ അങ്ങയുടെ കൈകളിലാണ് ഇവിടത്തെ ഭരണാധികാരികൾ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാരിൽ കേരളത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ ശാഫിഈ മദ്ഹബുകാരാണ്. ഹജ്ജിനെ സംബന്ധിച്ച് എത്ര തന്നെ നന്നായി നാട്ടിൽ വെച്ച് പഠിച്ചാലും ഇവിടെ വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ മേലിൽ ഹജ്ജിനു വേണ്ടി മുർഷിദീങ്ങളായി ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശാഫിഈ മദ്ഹബ് പ്രകാരം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് ഹജ്ജിന് സഹായിക്കാൻ വേണ്ടി ശാഫിഈ മദ്ഹബുകാരായ ആലിമീങ്ങളെ മുർഷിദീങ്ങളായി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരണമെന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എങ്കിൽ ആ സമയത്ത് ഷെയ്ഖ് സുദൈസ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു. ഏതായാലും നിങ്ങൾ ആരൊക്കെയാണ് ഞങ്ങള് മുർഷിദീങ്ങളായി കൊണ്ടുവരേണ്ടത് ഒരു കത്തെഴുതണം, തീർച്ചയായിട്ടും പരിഗണിക്കും. ശാഫിഈ മദ്ഹബ് വിട്ടിട്ടില്ല. ഫേസ്ബുക്കിലെ ഒരു പ്രചരണം കണ്ടു. ഏതോ ഒരു അറബി പത്രത്തിൽ ജാമിയ മർക്കസു സഖാഫത്തിൽ ഇസ്ലാമിയ്യ എന്ന ഒരു കട്ടിങ് കൊടുത്തുകൊണ്ട് കണ്ടോ, ഷെയ്ഖ് സുദൈസിന്റെ അടുത്തെത്തിയപ്പോൾ സുന്നിയ എന്ന ലഫ്ള് വിട്ടിരിക്കുകയാണ്. ഇത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഷെയ്ഖ് സുദൈസിനെയും അറിയില്ല, കാന്തപുരം ഉസ്താദിനെയും അറിയില്ല, ഈ ലോകത്തെ പറ്റിയും അറിയില്ല. ഇന്ന് സൗദി അറേബ്യയിലും ഗൾഫിലുമൊക്കെയുള്ള ട്രെൻഡ് എന്താണ് എന്നറിയാമോ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സുന്നി എന്ന് പറയാൻ എല്ലാവരും കൊതിക്കുകയാണ്. ചെറിയ പി ഉസ്താദ് സ്വന്തം അനുഭവം പറഞ്ഞു. യാത്രാവേളയിൽ ഒരാൾ ഞാൻ സുന്നിയാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് അറബികൾ സുന്നി എന്ന് പറയുന്നതിൽ കൂടുതൽ സന്തോഷം കാണിക്കുകയാണ്. കാരണം ഇറാനിൽ ഷിയാക്കൾ ഉള്ളതുകൊണ്ടും അവരുടെ ആറ്റം ബോംബിനെ പേടിയുള്ളതുകൊണ്ടും ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് പറയുമ്പോഴാണ് അവർക്കൊക്കെ കൂടുതൽ വിശ്വാസം വരുന്നത്. അതറിയാത്തത് കൊണ്ടാണ് സുന്നി എന്ന പദം മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്. അതിന്റെ പുറമെ നിങ്ങൾക്കറിയാമോ, ഷെയ്ഖ് സുദൈസിനെ കാണാൻ വേണ്ടി പോകുന്നതിന്റെ 2 ആഴ്ച മുമ്പ് ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന പേരിൽ അറബിയിലുള്ള പ്രോസ്പെക്ടസും ഉസ്താദിന്റെ സീറ ദാത്തിയ ബയോഗ്രഫിയും നേരത്തെ തന്നെ മുന്നിൽ അവിടെ കൊടുത്ത് അത് വളരെ വ്യക്തമായി പഠനം നടത്തി ഈ വരുന്നത് ജനലക്ഷങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് മേശപ്പുറത്ത് ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന പുസ്തകം അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ശൈഖുന പറഞ്ഞു, നമ്മളെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച അനുവദിച്ചത് എന്ന്. അത് ശരിക്കും മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മദ്ഹബുകളെപ്പറ്റി പറഞ്ഞു. ശൈഖുന പറഞ്ഞു, ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഷെയ്ഖ് സുദൈസിന്റെ നാവിൽ നിന്ന്, അല്ലാതെ തിൽക്കൽ ഖറാനീഖു പോലെയുള്ള സംഭവമല്ല, ഷെയ്ഖ് സുദൈസ് സ്വന്തം നാവുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബുർദ ഷരീഫിൽ നിന്നുള്ള വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു എന്ന് വരുന്ന വരി അദ്ദേഹം തന്നെ പാടിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്, ഇനിയും വരണം, ആവശ്യങ്ങൾ പറയണം, ഇവിടെ വരുമ്പോൾ അറിയിക്കാൻ മറക്കരുത് എന്ന് കൂടി പറഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വന്നത്. ഒരു കാലത്ത് റിയാദിൽ ചെന്നപ്പോൾ അവിടെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ആ രംഗം നിങ്ങൾക്കറിയാം. എന്നാൽ ഇത്തവണ റിയാദിൽ നിന്ന് തിരിച്ചു പോരുന്ന രംഗം നിങ്ങൾക്ക് നോക്കൂ. ബനൂ ഹുദൈൽ എന്ന് പറയുന്ന ഗോത്രമാണ് അറബികളിലെ ഏറ്റവും വലിയ ഫസാഹത്തുള്ള സാഹിത്യ സമ്പുഷ്ടമായ അറബി സംസാരിക്കുന്നവർ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, 10-18 കൊല്ലം ഹുദൈൽ ഗോത്രത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അവർ താമസിച്ചു എന്നും അതുകൊണ്ട് തന്നെ അറബി സാഹിത്യം ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത് എന്നും ഷിഅർ എന്നതൊരു ഐബായിരുന്നില്ല എങ്കിൽ ഞാൻ ലബീദിനേക്കാൾ വലിയ ഷായിറാകുമായിരുന്നു എന്നും ഇമാം ഷാഫിഈ പറഞ്ഞത് ആ ബനൂ ഹുദൈൽ ഗോത്രത്തെ പരാമർശിച്ചുകൊണ്ടാണ്. ആ ബനൂ ഹുദൈൽ ഗോത്രത്തിന്റെ
നേതാവ് ഡോക്ടർ ഫഹദ് അൽ ഹുദലി എന്ന് പറയുന്ന വലിയ മനുഷ്യനും അദ്ദേഹത്തിന്റെ 100 കണക്കിന് അനുയായികളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ യാത്രയയക്കാൻ ഒരുമിച്ചു കൂടുകയാണ്. അതേപോലെ തന്നെ യാത്രയയപ്പിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റിയാദിലുള്ള വളരെ പ്രധാനപ്പെട്ട അമീറന്മാർ ഒരുമിച്ചു കൂടുകയാണ്. ആ വലിയ സഭയിൽ വെച്ച് ഈ ബനൂ ഹുദൈൽ ഗോത്രത്തിന്റെ നേതാവ് പാടിയ 2 വരി പാട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ കടലാസിൽ ഇപ്പോൾ പകർത്തി വായിക്കാമെന്ന് കരുതി. അദ്ദേഹം ഉസ്താദിനെ ഈ അറബികളുടെ മുന്നിൽ വെച്ച് സ്വീകരിച്ചുകൊണ്ട് നിമിഷക്കവിയാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ കവിതയാണ്. അദ്ദേഹം അവിടെ നിന്ന് പാടുകയാണ്: സലാമുൻ അല ശൈഖിൽ ജലീലി സലാമുൻ, സലാമുൻ അല ശൈഖിൽ ജലീലി സലാമുൻ, ഫയാമൻ ബിൽ ഖാഫിഖൈനി ലഹു മഖാമു, ബിഹി റഫഅൽ ഇസ്ലാമു അർകാന ദീനിഹി, ഫഹുവ ലിഖൈറിൽ ആലമീന ഇമാമു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം പാട്ടുപാടി. പക്ഷേ ആ പാട്ടിന്റെ 2ാമത്തെ വരിയെപ്പറ്റി എനിക്ക് ചെറിയൊരു സംശയം. ഞാൻ ഉടനെ ആ ഹദ്റത്തിൽ വെച്ച് തന്നെ ചോദിച്ചു, അല്ല ശൈഖ്, നിങ്ങൾ ഫഹുവ ഖൈറുൽ ആലമീന ഇമാമു എന്നല്ലേ പറഞ്ഞത്? ഖൈറുൽ ആലമീൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം കാന്തപുരം ഉസ്താദ് ഖൈറുൽ ആലമീനായ റസൂലുള്ളാഹിന്റെയും ഇമാമാണ് എന്ന് വരൂലേ? ഇത് ചോദിച്ചപ്പോൾ ആ ബനൂ ഹുദൈൽ ഗോത്രത്തിന്റെ നേതാവ് ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഖൈറുൽ ഖൽഖ് എന്നതും ഖൈറുൽ ആലമീൻ എന്നതും തമ്മിൽ അറബി ഭാഷയിൽ വലിയ ഫർഖുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നത് ഖൈറുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ് എന്നാണ്. എന്നാൽ ഖൈറുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ ആലമുണ്ട്, ഇൻസുകളുടെ ആലമുണ്ട്, പലതരം ആലമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നുള്ള ആലമീങ്ങളിൽ ലോകത്തെ മനുഷ്യന്മാരിൽ എന്നാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നത് പോലത്തെ സേവനം ചെയ്യുന്നവർ ലോകത്തെവിടെയും കാണാനില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറയുകയുണ്ടായി. ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അനുകൂലമല്ല. ശൈഖുന ഉസ്താദിനോട് ഒരപേക്ഷ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വെക്കുകയാണ്. കൊച്ചിയിൽ അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ദുആ കൊണ്ട് മഴ പെയ്തു. ഉസ്താദിന്റെ മാത്രം ക്രെഡിറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ല. ആമീൻ പറഞ്ഞ ലക്ഷങ്ങൾ തീർച്ചയായിട്ടും അവരുടെ റോൾ അതിലുണ്ട്. അല്ലാഹു തആല അത് കേട്ടു. മഴയൊക്കെ തെക്ക് ഭാഗത്ത് മാത്രമാണ്, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വിഷമം, വെള്ളമില്ലാത്ത പ്രശ്നം, അതേപോലെ തന്നെ മറ്റുള്ള വിഷമങ്ങൾ, ഇതൊക്കെ നീങ്ങിക്കിട്ടാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ആരും എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കുകയുമില്ല. ഈ പരിപാടി തീരാതെ ആരും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് ഉറപ്പാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഒതുക്കുങ്ങൽ ഇഹ്യാഉസ്സുന്നയുടെ